മികച്ച അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ഒരു വിമാനത്താവളം ഉണ്ടാകണമെന്ന് ഇന്ത്യക്കാർക്ക് പലപ്പോഴും ആഗ്രഹിക്കാനേ സാധിക്കൂ. എന്നാൽ ഇനി മുതൽ ആ ആഗ്രഹം സാധ്യമായേക്കും. കാരണം നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ രാജ്യാന്തര ടെർമിനൽ പ്രവർത്തന സജ്ജമാകാൻ ഒരുങ്ങുകയാണ്. യൂറോപ്യൻ നിലവാരത്തിലുള്ള വിമാനത്താവളങ്ങളോട് കിടപിടിക്കുന്ന വിധത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് പുതിയ ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. മാർച്ച് 2ാം വാരം അന്താരാഷ്ട്ര ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കും. 15 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പണിതീർത്ത ടെർമിനലിലെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയായി. ടെർമിനൽ, ഫ്ലൈ ഓവർ, ഏപ്രൺ എന്നിവയുൾപ്പെടെ 1100 കോടി രൂപ മുതൽ മുടക്കിലാണ് പുതിയ ടെർമിനൽ നിർമ്മിച്ചത്. 2014 ഫെബ്രുവരിയിൽ തറക്കല്ലിട്ട ടെർമിനൽ റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയത്. കേരളത്തിന്റെ തനത് ഭംഗിക്കൊപ്പം മികച്ച അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ടെർമിനലിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ആഡംബര കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ തന്നെ നിർമ്മാണ ചെലവിന്റെ കാര്യത്തിൽ പിന്നിലാണെന്നത് സിയാലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ കാര്യമാണ്. എയർ കണ്ടീഷനിംഗ് ഉൾപ്പെടെ ചതുരശ്ര അടിക്ക് 4250 രൂപ മാത്രമാണ് നിർമ്മാണ ചെലവ്. അനുബന്ധ സൗകര്യ വികസനം, വിമാനത്താവള സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയുടെ ചെലവ് കൂടി ഉൾപ്പെടുത്തിയാൽ ചതുരശ്ര അടിക്ക് 5700 രൂപ മാത്രം. അതുകൊണ്ട് തന്നെ ഈ നേട്ടം ഏറെ അഭിമാനകരമാണെന്നാണ് സിയാൽ MD കുര്യൻ വ്യക്തമാക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയും സുരക്ഷാ സൗകര്യങ്ങൾക്കുമൊപ്പം കേരളീയ ശില്പ സൗന്ദര്യവും ഒത്തുനിൽക്കുന്നതാണ് പുതിയ ടെർമിനൽ. നിലവിലുള്ള ആഭ്യന്തര രാജ്യാന്തര ടെർമിനലുകളുടെ മൊത്തം വിസ്തൃതിയുടെ 2.5 ഇരട്ടിയുണ്ട് 3ാം ടെർമിനൽ. അടുത്ത 20 വർഷത്തേക്കുള്ള യാത്രക്കാരുടെ വർധന കൂടി കണക്കിലെടുത്താണ് ഇത്രയേറെ സൗകര്യങ്ങൾ വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. T3 പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നിലവിലുള്ള ടെർമിനലുകൾ ആഭ്യന്തര സർവീസിനായി മാറ്റിവെക്കും. അതോടെ 21 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ടെർമിനലുകൾ സിയാലിന് ലഭ്യമാകും. നിലവിൽ 1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര ടെർമിനലിന് അതോടെ 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുണ്ടാകും.